ഇറാന്റെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്ത പ്രക്രിയ നടന്നത് ഓൺലൈനിലൂടെയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 88 മുതിർന്ന ഷിയ പുരോഹിതന്മാർ അടങ്ങുന്ന വിദഗ്ധ സമിതിയാണ് മുജ്തബയെ അവിടെ തിരഞ്ഞെടുത്തതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 പേരായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. മുജ്തബ ഖൊമൈനി, അതേപോലെ അലി റിസ അറാഫി, സായിദ് ഹസൻ ഖൊമൈനി കൊല്ലപ്പെട്ടതിനു ശേഷം ഭരണകാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ രൂപീകരിച്ച 3 അംഗ പരിവർദ്ധന കൗൺസിലിൽ അംഗമാണ് മുതിർന്ന പുരോഹിതനും നിയമവിദഗ്ധനുമായ അലി റിസ. അതുപോലെ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യ പരമാധികാര നേതാവ് ആയത്തുള്ള റഹുല്ല ഖുമൈനിയുടെ പേരക്കുട്ടിയാണ് സായിദ് ഹസൻ ഖുമൈനി. അതേപോലെ തന്നെ അലി റിസ റാഫിയും സായിദ് ഹസൻ ഖുമൈനിയും ഒക്കെ തന്നെ മിതവാദികളായതിനാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തന്നെ മാറുകയാണ് ചെയ്തത്. പരിഷ്കരണവാദി വിഭാഗവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സായിദ് ഹസൻ ഖുമൈനി എന്ന വ്യക്തി. അതേസമയം അതിനെല്ലാം ഒടുവിലാണ് മുജ്തബയെ ഇവിടെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഖൊമൈനിയുടെ മകൻ എന്ന ഒരു വലിയൊരു പദവി അല്ലെങ്കിൽ അത്തരമൊരു രീതി അവിടെ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ഒരു കസാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം അധിക നാൾ പോലും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആ കസേരയിൽ ഇരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധിക ആയുസ് ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. വിദഗ്ധ സമിതിയാകട്ടെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഷിയ വിശ്വാസികളുടെ പ്രധാന ഉടമയായ ഖും നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ സാധാരണ സമിതി സമ്മേളിക്കാറുള്ളത് ഇവിടെയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ആക്രമണ ഭീഷണി നിലനിന്നതിനാൽ തന്നെയാണ് ഈ വിദഗ്ധ സമിതി യോഗം ചേരാൻ സാധിക്കാതെ പകരം ഇവ ഓൺലൈനിലൂടെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലാണ് ആക്രമണം നടന്നതെന്നതായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സുമായി അടുപ്പമുള്ള ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ആക്രമണം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന ഭയത്താൽ തന്നെയാണ് ഇറാൻ ഇത്തരം ഒരു പ്രക്രിയ ഓൺലൈൻ വഴി ചരിത്രത്തിൽ ആദ്യമായി തന്നെ നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ എടുത്തു പറയുന്നത്. മകൻ പിൻഗാമിയാകുന്നതിനോട് പോലും നേരത്തെ തന്നെ അയത്തുള്ള അലി ഖൊമൈനി ഒരിക്കൽ പോലും താല്പര്യം പ്രകടിപ്പിച്ചില്ലായിരുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഭരണാധികാരം കുടുംബവാഴ്ചയിൽ മാറാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ചില മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തെങ്കിൽ പോലും പുതിയ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമാവുകയായിരുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. പിതാവിന്റെ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയ നടുക്കത്തിൽ അദ്ദേഹത്തിന്റെ ജനക്കൂട്ടത്തിനിടയിൽ വലിയൊരു സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രക്തസാക്ഷി എന്ന നിലയിലാണ് അയത്തുള്ള അലി ഖൊമൈനിയെ ലോകമെങ്ങുമുള്ള ഷിയ വിഭാഗങ്ങൾ ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഷിയ വിശ്വാസികൾക്കിടയിൽ പോലും രക്തസാക്ഷിത്വം സമാനതകളില്ലാത്ത ഒരു പദവിയായി തന്നെ മാറുകയാണ്. ആയതിനാൽ തന്നെ ഭരണമാറ്റം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. പുതിയ പരമാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിൽ തന്റെ അഭിപ്രായവും പരിഗണിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന് താക്കീത് നൽകിയിരുന്നു. ആരെ തിരഞ്ഞെടുത്താലും അവരെ വധിക്കുമെന്ന് പോലും ഇസ്രായേൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് കരുതി ഹോളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്താൻ ശ്രമം നടത്തിയതായും വിലയിരുത്തപ്പെടുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ പുതിയ പരമാധികാര നേതാവായി തന്നെ അയത്തുള്ള അലി ഖൊമൈനിയുടെ 2ാമത്തെ മകനെ തന്നെ ആ ഒരു കസാരയിലേക്ക് അവിടെ ആനയിച്ചിരുത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അതേപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി തന്നെ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്നും അവർക്ക് ഏറ്റവും താല്പര്യമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു മുജ്തബ എന്നതാണ് മറ്റൊരു കാര്യം. പിതാവിൽ നിന്നും വ്യത്യസ്തനായി തന്നെ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ അയത്തുള്ള പദവിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിതാവിന്റെ അടുത്ത വൃത്തങ്ങൾക്ക് പുറത്ത് തന്നെ അത്രയ്ക്ക് ശ്രദ്ധേയനായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല മുജ്തബെ. അദ്ദേഹം പൊതുവേദിയിൽ സംസാരിക്കുന്നതും പ്രത്യക്ഷപ്പെടുന്നതും പോലും അപൂർവമായിരുന്നുവെന്ന് പറയുന്നു. ഇനി ഇദ്ദേഹത്തെയും ഇസ്രായേൽ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.